അപ്പം ഞാൻ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട്. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം. നമ്മളിതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം, കാരണം ഇത് നമ്മൾ ഡിപ്പ് ചെയ്ത് ഇടുന്ന കാരണം അതല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് തിക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി പോകും. അതുകൊണ്ട് കുറച്ച് വാട്ടറി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ആ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചിടുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 4-5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി തിളച്ചിട്ട് ഇച്ചിരി നല്ലപോലെ കുറുകി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് നമ്മൾ ഒഴിച്ച വെള്ളം പകുതിയായി ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ ഇരുന്ന് ഇത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. നമുക്കിനി ഗുലാബ് ജാം റെഡിയാക്കാം. അപ്പോൾ അതാ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് പൊടിച്ച് ക്രഷ് ചെയ്തിട്ട് എടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊടിയായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൽ ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുഴച്ച് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് മിക്സിയിലിട്ടാണ് ക്രഷ് ചെയ്യുന്നത്. നമുക്ക് ക്രഷ് ചെയ്തിട്ട് വരാം. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും ആക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ആക്കാം. മിക്സിയിലാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ പൊടിച്ചതാണ് കേട്ടോ, പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഗുലാബ് ജാമുനും ഒരു ഇച്ചിരി സ്വീറ്റ്നെസ് കിട്ടാനായിട്ട്, നമ്മൾ കടിക്കുമ്പോഴത്തേനും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാനായിട്ട് കുറച്ച് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നല്ല മാവിൻ്റെ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ കുറച്ച് പാൽ മതി. ജസ്റ്റ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കാണുമായിരിക്കും. അപ്പോഴത്തേനും തന്നെ ഇത് നല്ലപോലെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ചിലർ ഇതിൽ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മിൽക്ക് പൗഡർ ചേർക്കാം. നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കുമ്പോൾ വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ഓൾറെഡി പഞ്ചസാര പൊടിച്ചത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മിൽക്ക് പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഫുൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാകുമ്പോഴത്തേനും നമ്മുടെ ബോൾസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നിൽക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നെയ്യ് ചൂടാകുമ്പോഴത്തേനും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉരുട്ടി വെച്ചതിൻ്റെ ഒരു പകുതി നമ്പർ ഓഫ് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം സൂക്ഷിച്ചിട്ട് ചെയ്യാം. ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ. നമുക്ക് നേരെ ഇതെടുത്തിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് കളറിലും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നേരം ഇടുമ്പോഴത്തേനും അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ എടുക്കണം. അതാ നമ്മുടെ നല്ല യം ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇതിനകത്ത് ഇരിക്കട്ടെ. ഒരു 1 ഹവറെങ്കിലും ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ആ സ്വീറ്റൊക്കെ നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഈസി അല്ലേ? ബ്രെഡൊക്കെ നമുക്ക് എക്സ്ട്രാ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല യമ്മി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.